ഹായ് എവരിവൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ട്രാവൻകൂർ ദേവാസ്വം ബോർഡിൽ ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. ഇമെയിൽ വഴി താല്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താം. ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ലാസ്റ്റ് ഡേറ്റ്, ഏജ് ലിമിറ്റ് എന്നിങ്ങനെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യൂ. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ട്രാവൻകൂർ ദേവാസ്വം ബോർഡിൽ ജോലി. കേരള സർക്കാരിൻ്റെ കീഴിൽ ദേവാസ്വം ബോർഡിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. ട്രാവൻകൂർ ദേവാസ്വം ബോർഡ് ഇപ്പോൾ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ടെക്നിക്കൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിവിധ ഡിഗ്രി, ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ടെക്നിക്കൽ അസിസ്റ്റൻ്റ് തസ്തികകളിലായി മൊത്തം 3 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഈ ജോലിക്ക് ഓൺലൈനായി 2025 ഫെബ്രുവരി 15 മുതൽ 2025 ഫെബ്രുവരി 24 വരെ അപേക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ട്രാവൻകൂർ ദേവാസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് 2025 ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. സ്ഥാപനത്തിൻ്റെ പേര് ട്രാവൻകൂർ ദേവാസ്വം ബോർഡ്. ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ് ജോബാണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ടെമ്പററി റിക്രൂട്ട്മെൻ്റ് ആണ്. തസ്തികയുടെ പേര് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ടെക്നിക്കൽ അസിസ്റ്റൻ്റ്. വാക്കൻസി വന്നിട്ടുള്ളത് 3 ആണ്. വാക്കൻസി കുറവാണെന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട, മാക്സിമം അപ്ലൈ ചെയ്യുക. ജോലി സ്ഥലം ആൾ ഓവർ കേരള. ജോലിയുടെ ശമ്പളം 25,000 മുതൽ 40,000 വരെയാണ്. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ മോഡിലാണ്. അപേക്ഷ ആരംഭിക്കുന്ന തീയതി 2025 ഫെബ്രുവരി 15 ആണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ഫെബ്രുവരി 24. ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് വാക്കൻസി ഡീറ്റെയിൽസ്, അതുപോലെ സാലറി ഡീറ്റെയിൽസുമാണ്. ഡാറ്റാബേസസ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ വാക്കൻസി വന്നിട്ടുള്ളത് 1 ആണ്. സാലറി 40,000 മുതലാണ്. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് 2 വാക്കൻസികളാണ് വന്നിട്ടുള്ളത്. സാലറി 25,000 ആണ്. നെക്സ്റ്റ് പറയുന്നത് പ്രായപരിധിയാണ്. ഡാറ്റാബേസസ് അഡ്മിനിസ്ട്രേറ്റർ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് 36 വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാം. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ്. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ വിദ്യാഭ്യാസ യോഗ്യത BE BTech, കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ അതിനു മുകളിലുള്ള പരിചയം. ലിനക്സ് സെർവർ അഡ്മിനിസ്ട്രേഷനിലും നെറ്റ്വർക്കിംഗ് കുറഞ്ഞത് 4 വർഷത്തെ പരിചയം. മൈസെയിൽ, PostgreSQL, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേഷൻ. നെക്സ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ തത്തുല്യം. കോൺഫിഗറേഷൻ, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് എന്നിവയിൽ കുറഞ്ഞത് 2 വർഷത്തെ പരിചയം. നെക്സ്റ്റ് പറയുന്നത് അപ്ലിക്കേഷൻ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. റിസർവ് ചെയ്യാത്ത UR, OBC, SC, ST, EWS, PEN, PWBD കാറ്റഗറി പെട്ടവർക്കൊന്നും അപേക്ഷാ ഫീസ് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നാണ്. ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്, അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കുക. ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. താല്പര്യം യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.